ക്വാറിയുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പം ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ ശ്രീരാജ്. കാരണം ഈ ക്വാറി പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ്, ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കാര്യം രക്ഷാപ്രവർത്തനം, പിന്നീട് ഈ വിവരങ്ങൾ പരിശോധിക്കും. ആ ഒരു നിലപാടിലാണ് ഇപ്പോൾ ഭരണകൂടവും അധികൃതരും ഒക്കെ. തീർച്ചയായും ചെയ്തു, അങ്ങനെ തന്നെയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് പ്രവർത്തിക്കാനുള്ള ഉത്തരവ് ഈ ഫെബ്രുവരി 2026 ഫെബ്രുവരി വരെ ഉണ്ട് എന്നാണ് ഇവരുടെ രേഖകളിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ജിയോളജി വകുപ്പ് വളരെ മുൻപ് തന്നെ മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. ഈ പഞ്ചായത്ത് അധികൃതരെ അടക്കം ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടിയോ ഈ നിയമ ലംഘനം നടത്താനുള്ള അനുമതികൾ നേടിയെടുത്തു എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ക്വാറി ഉടമകൾ പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് 2026 ഫെബ്രുവരി മാസം വരെ ഇവർക്കുണ്ട് എന്നാണ്. എന്തായാലും വിശദമായ പരിശോധന, അതായത് ഈ അനുമതി ഇല്ലാത്ത ഭാഗത്ത് നിന്നും പാറ പൊട്ടിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം തന്നെ വിശദമായ പരിശോധന ആവശ്യമായിട്ടുണ്ട്. കാരണം ജിയോളജി വകുപ്പ് ഇവിടെ ചില സ്പോട്ടുകളിൽ നിന്നും മാത്രമാണ് പൊട്ടിക്കാൻ കഴിയുക എന്ന തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെട്ടുകൊണ്ടാണോ ഇവിടെ പാറ പൊട്ടിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞത് അനധികൃതമായി പാറ പൊട്ടിക്കുന്ന തരത്തിലുള്ള പരാതികൾ ആരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് ജില്ലാ കളക്ടറും സമ്മതിക്കുന്നുണ്ട്. നാട്ടുകാർ എന്നാൽ പറയുന്നത്, ജില്ലാ കളക്ടർ പറയുന്നത് കളവാണെന്നും ഈ അനധികൃതമായി ഈ പാറ പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് എന്ന് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. വിവാദം അങ്ങനെ ഒരു വശം നിൽക്കട്ടെ. കാരണം ഈ പറഞ്ഞതുപോലെ ആദ്യം രക്ഷാപ്രവർത്തനമാണ് വേണ്ടത്, ഒരാളെയും കൂടി കണ്ടെത്താനുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുമുണ്ട്. അപ്പോഴും ശ്രീരാജ്, ഈ പാറകൾ ഇനിയും പൊട്ടി വീഴാനുള്ളൊരു സാധ്യതയുണ്ടോ? കാരണം അത്രയും മുകളിൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്രയും മുകളിൽ നിൽക്കുന്നതാണ്. രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ്. അപ്പോൾ ഈ പാറകൾ വീണ്ടും ഇളകി വീഴാനുള്ളൊരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും ചെയ്തു. ഈ ദൗത്യ സംഘം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും അത് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തിന്റെ തൊട്ടു മുകളിലാണ് വലിയ പാറ കഷ്ണം ഇന്നലെ സന്ധ്യയോടുകൂടി ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതിനു മുൻപും 2 തവണ പാറ പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ പാറ പൊട്ടി വീഴാനുള്ള സാഹചര്യം ഇനിയുമുണ്ട്. അത് അത്രത്തോളം ശ്രമകരമായ ദൗത്യത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യ സംഘം ഏർപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഇന്നലെ സന്ധ്യയ്ക്ക് പൊട്ടിയ പാറയുടെ മുകൾ ഭാഗത്ത് ഇപ്പോഴും വലിയ വിള്ളലടക്കമുണ്ട്. ആ ഭാഗത്ത് നിന്ന് പാറ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ ശ്രമകരമായ അല്ലെങ്കിൽ ഏറെ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ അവിടെ നിന്നും ഈ പാറക്കഷ്ണങ്ങൾ നീക്കി അയാളെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പാറ പൊട്ടി വീഴുന്നത് തന്നെയായിരുന്നു ഇന്നലെയും ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയും സമാനമായ രീതിയിൽ പാറക്കഷ്ണങ്ങൾ അവിടെ നിന്നും ചീളുകളായി പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ പാറ പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടായ വിള്ളലുകളടക്കം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ഭാഗത്തു നിന്നും സമാനമായ രീതിയിൽ ഈ അപകടം നടന്നതിന് സമാനമായ രീതിയിൽ പാറകൾ പൊട്ടി വീഴാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ പാറ പൊട്ടി വീണപ്പോൾ 4 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ 2 തൊഴിലാളികളുടെ സഹായത്തോടു കൂടിയായിരുന്നു ഇന്നലെ ഈ മൃതദേഹം കണ്ടെടുക്കാൻ സാധിച്ചത്. ആ തൊഴിലാളികളും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ആ ഭാഗത്ത് ആ സമയത്തുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ 2 തൊഴിലാളികളും രക്ഷപ്പെട്ടത്. കാരണം ആ മൃതദേഹം കണ്ടെടുത്ത് അവിടെ നിന്നും അവർ മാറിയ ശേഷം ഒരു അരമണിക്കൂർ പിന്നിട്ടപ്പോഴായിരുന്നു ഇത്തരത്തിൽ വലിയ പാറക്കഷ്ണം ആ മുകൾ ഭാഗത്ത് നിന്നും ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം കൂടി മുൻപ് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്കും കൂടുതൽ ആൾനാശത്തിലേക്കും എത്തുന്ന തരത്തിലൊരു അപകടത്തിലേക്ക് ഇത് എത്തിയേനെ. അതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നലെ ആ ദൗത്യ സംഘത്തിന് അവിടെ നിന്നും രക്ഷപ്പെടാനായത്. താൽക്കാലികമായി ഇന്നലെ ഇത്തരത്തിൽ രക്ഷാദൗത്യം നിർത്തിവെച്ചതും ഇത്തരത്തിൽ പാറ കൂടുതലായി ഇടിയാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ്. പ്രത്യേക പരിശീലനം ലഭിച്ച
ലഭിച്ച NDRF സംഘം അടക്കം സ്ഥലത്തെത്തി കൂടുതൽ പ്ലാനോടുകൂടി മാത്രമേ അത്തരത്തിൽ ഈ അപകടം നടന്ന ഭാഗത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് വിലയിരുത്താൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ NDRF സംഘത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ഇവരിവിടെ എത്തി ആദ്യം ചെയ്തത് ഇത്തരത്തിൽ വിശദമായ പ്ലാൻ തയ്യാറാക്കുക എന്നതായിരുന്നു. കാരണം ഈ അപകട സ്ഥലത്തേക്ക് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നിലവിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ അപകടം പറ്റാത്ത തരത്തിൽ അവിടെ എങ്ങനെ എത്തിച്ചേരാം എന്നതായിരുന്നു രക്ഷാദൌത്യ സംഘത്തിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ എത്തിയതിന് പിന്നാലെ അവർ ആദ്യം ചെയ്തത് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ RTF സംഘവും NDRF സംഘവും ഫയർഫോഴ്സും എല്ലാം സംയുക്തമായി നടത്തിയ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് തന്നെയാണോ അവിടുത്തെ ദൗത്യം മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ചെയ്തു. അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് മറ്റൊരു വസ്തുത. കാരണം കൂടുതൽ അപകടകരമായ സാഹചര്യമുണ്ട്. നിറയെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്ലാൻ എങ്ങനെയാണോ അവർ തയ്യാറാക്കിയിട്ടുള്ളത് അത്തരത്തിൽ മാത്രം മുന്നോട്ട് പോകാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. കാരണം ഈ പാറ ഇനിയും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വടം കെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട്. ഉറപ്പായ സ്ഥലത്ത് തന്നെ വടം കെട്ടി കൂടുതൽ മനുഷ്യർ ആ വടത്തിൽ പിടിച്ച് ഇറങ്ങുമ്പോൾ കൂടുതൽ ഇളക്കങ്ങൾ സംഭവിക്കാതെ കൂടുതൽ അപകടം സംഭവിക്കാതെ അങ്ങോട്ടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ എത്തി നിൽക്കുമ്പോൾ പാറ പൊട്ടി വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ട്. വളരെ വേഗം ഈ ഇറങ്ങി ആ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി മടങ്ങുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഈ ഫയർഫോഴ്സിനും അതുപോലെ തന്നെ NDRF സംഘത്തിനും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാൻ തയ്യാറാക്കി മാത്രമേ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാവിലെ തന്നെ തയ്യാറാക്കിയ പ്രത്യേക പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച NDRF സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ RTF സംഘവും സംയുക്തമായാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. 27 അംഗ NDRF സംഘവും 20 അംഗ RTF സംഘവും നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി ഇപ്പോൾ 2 RTF സംഘാംഗങ്ങളും അതുപോലെ തന്നെ ഒരു NDRF സംഘവും അവിടെ എത്തി പാറച്ചീളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.